ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ ദേ ചിക്കൻ ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി തോരനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. ഈ ഒരു തോരൻ മാത്രം മതിട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബോണോട് കൂടിയിട്ടുള്ളതാണ്, അതായത് എല്ലോട് കൂടിയിട്ടുള്ളതാണ്. അതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഒരല്പം വെള്ളവും കൂടിയും ചേർക്കട്ടോ, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒരു 2 വിസിലോ അല്ലെങ്കിൽ 3 വിസിലോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ചിക്കനൊക്കെ വെന്ത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തെടുക്കാം. കൂടെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് പ്രഷർ മുഴുവൻ പോയിട്ടുണ്ട്. ചിക്കനൊക്കെ ദേ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ കുറഞ്ഞതിന് ശേഷം ഈ ചിക്കനൊക്കെ ദേ ഇതുപോലെ ഒരു ബൗളിലേക്ക് പറിച്ച് വെക്കാം കേട്ടോ, അതായത് എല്ലിന്ന് മാറ്റി വെക്കുക. ഇനി ഒരു ചീനച്ചട്ടി അല്ലെങ്കിൽ അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 4 ഏലക്കായ, 3 ഗ്രാമ്പു, 1 ഇഞ്ച് വലുപ്പമുള്ള പട്ടയും കൂടിയും ചേർത്തിട്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ 1-2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തോരൻ തയ്യാറാക്കുമ്പോൾ ചെറിയ ഉള്ളിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആ ഒരു കുഞ്ഞുള്ളി, അതായത് ചെറിയുള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദേ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ചിക്കനെല്ലാം ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒന്ന് ഒതുക്കി വെച്ച് നമ്മുടെ ഒരു തേങ്ങാരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു തേങ്ങയുടെ കൂട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കുമ്പോഴാട്ടോ ഈ ഒരു തോരനിലേക്ക് ഇത് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഒതുക്കി വെക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും നമുക്ക് വേവിച്ചെടുക്കേണ്ട, ചിക്കൻ ഓൾറെഡി വേവിച്ചത് കാരണം. പിന്നെ ഇതിലേക്ക് ചേർത്ത ഒരു തേങ്ങയുടെ ഒരു അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിത് കൂട്ടിയിട്ട് ചോറോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. സംഭവം ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.